ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നലെ ഫൗണ്ടേഷൻ്റെ കുറച്ച് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് മേക്കപ്പ് ചെയ്യുന്നവർക്ക് മറ്റൊരു ട്രിക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് മേക്കപ്പ് സീരീസ് പാർട്ട് 4 or 5 ഓക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ കൺസീലറാണ്. ഇന്ന് കൺസീലറാണ്. ഇത് ഇൻസൈറ്റിൻ്റെ കൺസീലറാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് LN10 ആണ് കേട്ടോ, വേണം തോന്നുന്നു. ബട്ട് ഇതെൻ്റെ ഷെയ്ഡല്ല. ഇത് ആക്ച്വലി കുറച്ചുകൂടി നല്ലൊരു ലൈറ്റഡ് ഷെയ്ഡാണ്. എനിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് വേണ്ടത്. ബട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബട്ട് അത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വരില്ല, എന്നാലും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ നമ്മൾ ഒത്തിരി ഒന്നും ഇടാറില്ല, ജസ്റ്റ് ഡോട്ടായിട്ടാണ് ഇടാറ്. അതേപോലെ തന്നെ നമുക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളിടത്ത് ഡോട്ടായിട്ട് ജസ്റ്റ് ഭയങ്കരമായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കൺസിഡർ വളരെ കുറച്ച് ഫൗണ്ടേഷനെക്കാട്ടിലും കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ഞാൻ കാണിച്ചു തരാം. എനിക്ക് എപ്പോഴും എൻ്റെ മൗത്തിന് ചുറ്റും പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ കണ്ണിൽ നോക്കാം. ഇത് ആക്ച്വലി ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സാധനം കേട്ടോ. ഇത് ഞാൻ ഭയങ്കരമായിട്ട് നല്ലൊരു വാട്ടർ പ്രൂഫ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഭയങ്കര എന്താ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഈ ഒരു സൈഡിലൂടെ വളരെ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഫൗണ്ടേഷനെക്കാട്ടിലും വളരെ കുറച്ച് പ്രൊഡക്റ്റാണ് എടുത്തത്. അത് നമുക്ക് നോക്കാം. നമ്മൾ കണ്ണിലിപ്പം ഐഷാഡോ ഒക്കെ ഇടുന്നതിന് മുമ്പ് കൺസീലർ ഇടുന്നത് വളരെ നല്ലതായിട്ട് പെർഫെക്ഷൻ കിട്ടും. കണ്ണിന് താഴെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൺസീലർ തന്നെ വളരെ വളരെ മിനിമലായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് എനിക്ക് പറഞ്ഞത്. നമ്മൾ ഒത്തിരി ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ലൈറ്റായിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് ലൈറ്റായിട്ട് കൺസീലർ യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് യൂസ് ചെയ്യാം. ഡോട്ടായിട്ട് ഫൗണ്ടേഷനെക്കാട്ടിലും കുറച്ച് പ്രോഡക്റ്റ്സേ എടുക്കാവും കൺസീലർ. ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും പെർഫെക്റ്റ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കടാം. പിന്നെ ഇതാ ഞാൻ ഇപ്പോഴത്തെ സൈഡിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കൺസീലറാണ്. എനിക്കിത് പേഴ്സണലി ഇഷ്ടമാണ്. ബട്ട് എൻ്റെ ഷെയ്ഡാണ് കുറച്ചുകൂടി ഇടുന്നതിനെ. ഇങ്ങനെയാണ് ഫൗണ്ടേഷൻ കൺസീലർ അപ്ലൈ ചെയ്യേണ്ടത്. കൺസീലർ ഒറ്റ എടുക്കുക. ഫൗണ്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും വളരെ കുറച്ച് മിനിമലായിട്ട് നമ്മൾ വളരെ ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കൺസീലർ മതിയാവും. വളരെ ചെറിയ 2 ഡോട്ടും നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്ത് അവിടെ ഒരു ഡോട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കുക. ബ്രഷ് ഒന്നും യൂസ് ചെയ്യണമെന്നില്ല. അപ്പം മിനിമലായിട്ട് നല്ലൊരു സോഫ്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മേക്കപ്പ്, ഒരു കൺസീലറും ഫൗണ്ടേഷൻ മിക്സായിട്ട് നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. അപ്പം ഇതാണ്. അപ്പോൾ ഞാൻ ഇപ്പം ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ചുമ്മാ ഇട്ടതാണ് കേട്ടോ. നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ടാണ്. ഇതെന്തായാലും നല്ല കൺസീലറാണ്. ലിങ്ക് എല്ലാ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തേക്കതാ. ഷെയ്ഡിൻ്റെ പേര് ഞാൻ പറഞ്ഞ LN10 ആണ് കേട്ടോ. മേക്കപ്പ് ഇല്ല എന്ന് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ പ്രൊഡക്ട്സും പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഫൈനലായിട്ട് ഞാൻ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം ഈ മേക്കപ്പ് സീരീസ് പാർട്ട് 5 ആണ്. അപ്പം എല്ലാവരും കയറി ചെക്ക് ചെയ്യുക. ബാക്കി സീരീസ് പാർട്ട് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഷോർട്സ് ആയിരുന്നു, എല്ലാവരും കയറി നോക്കുക. ഇതിന് മുമ്പ് ഞാൻ റിലേറ്റഡ് വീഡിയോ കൊടുത്തേക്കാം. എല്ലാവരും കയറി കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ ഗൈസ്, ബൈ.